നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. എന്താണെന്ന് അറിയാമല്ലോ, നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളൊരു വേദി ഒരുക്കുകയാണ് റാപ്പിഡ് ഫയർ. നമ്മളിപ്പോൾ 80 എപ്പിസോഡ് മറ്റായെന്ന് തോന്നുന്നു. 80 ആഴ്ചകളിലായിട്ട് ധാരാളം സങ്കടങ്ങളും പരിഭവങ്ങളും സന്തോഷങ്ങളും എല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ആരൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ പ്രോഗ്രാം ഇന്ന് അവതരിപ്പിക്കുന്നത് മാരുതി സുസുക്കി അരീനയാണ്. മാരുതി സുസുക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹനങ്ങളെല്ലാം അരീനയിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഓണക്കാലമായപ്പോൾ മാരുതി സുസുക്കി മലയാളികൾക്ക് വേണ്ടി ധാരാളം സമ്മാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. ഏത് വാഹനം വാങ്ങിച്ചാലും നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും ഡിസ്കൗണ്ടുകളും ഒക്കെയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ സ്വിഫ്റ്റ് വന്നിട്ടുണ്ടല്ലോ. ഏറ്റവും പുതിയ സ്വിഫ്റ്റിൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സമ്മാനങ്ങളും ആനുകൂല്യങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സാധാരണ പുതിയ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെയൊന്നും അത്തരത്തിലുള്ള ഗിഫ്റ്റുകളോ ആനുകൂല്യങ്ങളോ കിട്ടാറില്ല. പക്ഷേ ഹോട്ട് സെല്ലിംഗ് വാഹനമായിട്ട് പോലും സ്വിഫ്റ്റിനും മാരുതി ഈ ഒരു ഓണക്കാലത്ത് സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു മോഡൽ ബ്രസയാണ്. ബ്രസ എനിക്ക് മാരുതിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡലാണ്. ബ്രസയുടെ കാര്യത്തിലും ഓണക്കാലത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന ധാരാളം ആനുകൂല്യങ്ങളും ഗിഫ്റ്റുകളും ഒക്കെയാണ്. തേങ്ങ ഉടയ്ക്കൂ സമ്മാനം നേടൂ എന്നാണ് മാരുതി ഈ ഒരു സമ്മാന പദ്ധതി കിട്ടിയിരിക്കുന്ന പേര്. അപ്പോൾ ഓണക്കാലത്ത് നിങ്ങൾ മാരുതി സുസുക്കി അരീനയിൽ ചെല്ലുക, തേങ്ങ ഉടയ്ക്കുക, സമ്മാനം നേടുക. തേങ്ങ ഉടയ്ക്ക് സ്വാമി എന്നാണ് മാരുതി പറയുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഓണക്കാലത്ത് എല്ലാ മോഡലുകൾക്കും നിങ്ങൾക്ക് ധാരാളം ആനുകൂല്യങ്ങൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാരുതി സുസുക്കി അരീനയിൽ വിളിക്കുക, അല്ലെങ്കിൽ അരീന സന്ദർശിക്കുക. അങ്ങനെ ഏതൊക്കെ മോഡലുകൾക്കാണ് എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ സമ്മാനങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ ഓണക്കാലത്ത് നിങ്ങളുടെ വീട്ടിലേക്കൊരു മാരുതി സുസുക്കി വാഹനം എത്തിക്കുക. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫയറിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മളിന്ന് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ജീപ്പ് മെറീഡിയൻ്റെ ഒരു ഓണറിനാണ്. മെറീഡിയൻ എന്ന് പറയുന്നത് ജീപ്പ് കോമ്പസിൻ്റെ 7 സീറ്ററാണ്. അതിൻ്റെ തന്നെ ഓവർലാൻഡ് എന്ന് പറയുന്ന സ്പെഷ്യൽ എഡിഷൻ മോഡലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മെറീഡിയൻ ഓവർലാൻഡിൻ്റെ ഒരു വോക്ക് അറൗണ്ട് വീഡിയോ നമ്മൾ കൊച്ചിയിലെ ഡീലർഷിപ്പിൽ ചെയ്തിരുന്നു. പക്ഷേ ഞാനത് ഓടിച്ചിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് ഈ വാഹനം വാങ്ങിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം, പേര്? രതീഷ്. എന്ത് ചെയ്യുന്നത് രതീഷ്? ഞാനൊരു ടൂർ ഓപ്പറേറ്ററാണ്. പാരഡൈസ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം നടത്തുന്നു. എവിടെയാണ്? ആലുവയിലാണ്. ഞങ്ങൾ 17 വർഷമായ കമ്പനിയാണ്. ശരി. എന്തൊക്കെയാണ് നമ്മുടെ ഓപ്പറേഷൻസ്? ഞങ്ങൾ ആക്ച്വലി കേരളത്തിലേക്കുള്ള ടൂറ് പുറത്തുനിന്ന് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ശരി. അതായത് ഇന്ത്യക്കകത്തൊന്നും വെളിയിൽ നിന്നൊക്കെ ഉള്ളവരുണ്ടോ? വെളിയിൽ നിന്നും ഒക്കെ കേരളത്തിലേക്ക് വരുന്ന ആൾക്കാരെ കേരളം മുഴുവൻ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ പുറത്തേക്കും ചെയ്യുന്നുണ്ട്. മെയിൻ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേരളമാണ്. ശരി. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ വയനാട് ലാൻഡ് സ്ലൈഡ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പേടിയുണ്ടോ ആൾക്കാർ കേരളത്തിൽ വരാൻ? വയനാട് ആക്ച്വലി സംഭവിച്ച വയനാടിൻ്റെ ഒരു ഉള്ളൻ ഏരിയ ഒരു 2 ഗ്രാമത്തിൽ മാത്രമാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പുറത്ത് നമ്മളെ പറ്റി ഒരു മോശം അഭിപ്രായം ഉണ്ടെങ്കിൽ, ഒരു എന്താ പറയുക, ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും അപ്പോൾ അതൊക്കെ അതിജീവിച്ച് വരുന്നുണ്ട്. അത് കുറച്ച് നാളത്തേക്കുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നു. ശരി. ഞാൻ ചോദിക്കാൻ കാര്യം വെച്ചാൽ ഇപ്പോൾ ഈ മഹീന്ദ്ര റോക്സ് എന്ന് പറഞ്ഞ താറിൻ്റെ 5 ഡോറിൻ്റെ മീഡിയ ഡ്രൈവ്, ഓൾ ഇന്ത്യ മീഡിയ ഡ്രൈവ് കൊച്ചിയിലാണ് നടന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഓരോ പരിപാടിക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കും മറ്റ് സ്റ്റേറ്റുകളിലെ ജേർണലിസ്റ്റുകളൊക്കെ നമ്മളെടുത്തേക്കും അവിടെ എങ്ങനെ ആകെ കുഴപ്പമാണെന്ന് കേട്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് തന്നെയാണ് പറയുന്നത്. ഇത് കൊച്ചിയിൽ നിന്ന് 300 കിലോമീറ്റർ അപ്പുറത്ത് സംഭവിച്ച കാര്യമാണ്. കൊച്ചി കുഴപ്പമില്ലെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ ഈ മറ്റേ വിദേശികളും നമ്മൾ കൊച്ചിയിൽ കേരളം വന്ന് കാണിക്കാറുണ്ടോ? കാണിക്കുന്നുണ്ട്. എന്താണ് മൊത്തത്തിൽ കേരളത്തെ പറ്റി അവരുടെ ഒരു ഇംപ്രഷൻ തിരിച്ചു പോകുമ്പോൾ? കേരളം ഏറ്റവും സുന്ദരമായ ഒരു സ്ഥലമാണല്ലോ. ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഈ കേരളം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഏതൊരു സ്ഥലത്ത് പോയാലും ഒന്നീ ബീച്ച് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷൻ കാണാൻ പറ്റും, അല്ലെങ്കിൽ ബാക്ക് വാട്ടർ കാണാൻ പറ്റും, എന്തെങ്കിലും ഒന്നേ കാട്ടുള്ളൂ. ഇവിടെ എല്ലാം കൂടി ഒരു വളരെ ചെറിയ സ്ഥലത്ത് നമുക്കൊരു 8 ദിവസം കൊണ്ടൊക്കെ ഇത് മുഴുവനും കാണാൻ പറ്റും. വേറൊരു സ്ഥലത്തും അത്രയും ഭംഗിയായിട്ട് നമുക്കിപ്പോൾ കാശ്മീരിൽ പോകുകയാണെങ്കിൽ പോലും ഒരു ടൈപ്പ് ഓഫ് സീനറിയാണ് മുഴുവൻ കാണുന്നത്. അതല്ലല്ലോ, ഭയങ്കര വെറൈറ്റി ആയിട്ട് ഫുഡാണെങ്കിലും സൈറ്റ് സീയിങ് ആണെങ്കിലും എല്ലാം അങ്ങനെ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേരളം. അപ്പോൾ എന്താണ് ഇവരൊരു നെഗറ്റീവ് പറഞ്ഞിട്ട് പോകാറുണ്ട്? എന്തെങ്കിലും പറഞ്ഞാൽ കേരളത്തിനെ പറ്റി ഇതും കൂടി അങ്ങനെ ഒരു ടൂറിസ്റ്റ് പെർസ്പെക്റ്റീവിൽ ഒരു നെഗറ്റീവ് ഉള്ളൊരു സ്ഥലമല്ല. അത്യാവശ്യം നല്ല രീതിയിൽ, അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഞാൻ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പം ടൂറിസത്തെ സംബന്ധിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ എന്തെങ്കിലും ഒരു കുറവെന്നോ അങ്ങനെ എന്തെങ്കിലും അത് ഒരു കുറവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്രയും ജനമൊക്കെ ഉള്ളൊരു സ്ഥലത്ത് അതിൻ്റേതായ രീതിയിൽ അത് പോകുന്നു. അതാണ് ഇതിൻ്റെ ഒരു ഇത്. ഓക്കെ, നമുക്കിനി വണ്ടിയിലേക്ക് വരാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജീപ്പ് മെറീഡിയൻ എന്തുകൊണ്ട് വാങ്ങിച്ചു എന്നാൽ ഉപരി ജീപ്പ് മെറീഡിയൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ എന്തുകൊണ്ട് വാങ്ങിച്ചു? എന്താണ് അഡീഷണൽ ആയിട്ട് ഇതിലുള്ളത് ഓവർലാൻഡിൽ?
ഓവർലാൻഡിൽ ഞാൻ കണ്ടൊരു ഡിഫറൻസ് വെച്ചാൽ ഇൻറ്റീരിയർ ഒരു നല്ല ഭംഗിയുണ്ട്, ഇത്തിരിയുടെ ഒരു പ്രീമിയം ലുക്ക് ഉണ്ട്. ആ ഡാഷ്ബോർഡ് ആണെങ്കിലും അതിൻ്റെ പല ടച്ച് പോയിന്റ്സും ഇത്തിരിയുടെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അതാണ് ഒരു മെയിൻ കാര്യം ഞാൻ ഇതിലേക്ക് വരാനായിട്ട്. ഇപ്പോൾ എത്ര കാലം എടുത്തിട്ട്? ഇതിപ്പോൾ 7-8 മാസമായി. അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പ് എന്തോ ഏത് വാഹനം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഇതിന് മുമ്പ് ഇതിന് തൊട്ട് മുമ്പ് ഉപയോഗിച്ചത് ഡിസ്കവറി ആണ്, ലാൻഡ് റോവറിൻ്റെ. ശരി. അതിന് മുമ്പ് ഈ ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇതിനും വളരെ പ്രീമിയം 2 വണ്ടികളുടെ പേരാണ് പറഞ്ഞത്. അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ താഴേക്കാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ജീപ്പിൻ്റെ കാര്യത്തിൽ. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു വരവ്? അത് ഈ ക്ലാസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കൊറോണ വന്നുകൊണ്ട് വിറ്റാണ്. പിന്നീട് എടുത്ത വണ്ടി എനിക്ക് റൈഡ് കംഫോർട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെ കൊടുത്തതാണ് ഡിസ്കവറിയുടെ. ഇത് റൈഡ് കംഫോർട്ട് നോക്കിയിട്ടും തന്നെയാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. എൻ്റെ ചേട്ടനുണ്ട് ഈ വണ്ടി, അപ്പോൾ അത് ആളും ഭയങ്കര ഹാപ്പിയാണ്. ഒരു കംഫോർട്ട് വേറെയാണ് ഈ വണ്ടിയുടെ. ആണല്ലേ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടി. അത് യാത്രാസുഖവും ഓടിക്കുന്ന സുഖവും രണ്ടും ഒരുപോലെ ഉണ്ട് ഇതിന്. എനിക്ക് ആക്ച്വലി ഡ്രൈവറുള്ള ഒരാളാണ്. ഈ വണ്ടി എനിക്ക് തോന്നുന്നു ഒരു 5000-6000 കിലോമീറ്റർ ഞാൻ ഡ്രൈവർക്ക് തൊടാൻ പോലും വണ്ടി കൊടുത്തു. ഞാൻ ഈ ക്ലാസ് പോലും ഞാൻ അത്ര ഉപയോഗിച്ചിട്ടില്ല. അതിലും അല്ലെങ്കിൽ ആ ഒരു ഫീലാണ് ഇത് ഓടിക്കുമ്പോൾ. വിത്ത് ഒരു SUV-യുടെ നമ്മൾ മുകളിലിരിക്കുന്ന ഫീലും ഉണ്ട്. അതിനിപ്പോൾ ഫോർച്യൂണർ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ ഒരു മിക്സ് ആണ് ഈ വണ്ടിയായിട്ട് എനിക്ക് തോന്നിയത്. ഫോർച്യൂണറിന്റെ കാര്യത്തിൽ പലപ്പോഴും പറയാറുള്ളത് ഭയങ്കര ബോഡി റോൾ ഉണ്ട് ബാക്കിൽ. ഇതിനത് റോളില്ല, ഒട്ടും റോളില്ല. ഇത് റോളില്ല. ഇത് നമ്മൾ അത്യാവശ്യം മോശം റോഡിൽ കൂടെ ഞാൻ അത്യാവശ്യം ഹംപിയൊക്കെ നല്ല ലോങ് ഒക്കെ പോയിട്ട് വന്നാലും വണ്ടി അറിയില്ല. നമുക്ക് നല്ല കംഫോർട്ടാണ്. സ്റ്റിയറിംഗ് പിടിച്ചാൽ നല്ല ടച്ച് പോയിന്റ്സ് ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. 130 പോയാലും വണ്ടി ഒട്ടും അനങ്ങാത്ത തരത്തിൽ തന്നെയാണ്. അത്യാവശ്യം വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്, ലോങ് ഒക്കെ ആണെങ്കിൽ. അത്രയും എന്താ പറയുക, ഞാൻ കൊതിയോടുകൂടി ഓടിക്കുന്ന ഒരു വണ്ടി, അല്ലെങ്കിൽ ഞാൻ ഇത്ര ഉപയോഗിച്ചിട്ടും കൊതിയോടുകൂടി ഓടിച്ചിട്ടുള്ളൊരു വണ്ടി ഇതാണ്. ഭയങ്കര കംഫർട്ടബിൾ. എത്ര രൂപയായി വാങ്ങിച്ചപ്പോൾ? ഓൺ റോഡ് 46 സംതിങ്. 46 എന്ന് പറഞ്ഞാൽ ഒട്ടും മോശമല്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം SUV വാങ്ങിക്കാവുന്ന, സെക്കൻഡ് ഹാൻഡ് വേണം വാങ്ങിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലേ? എന്നിട്ട് പോലും അതിലേക്കൊന്നും പോയില്ല, ജീപ്പ് മതി എന്ന് തീരുമാനിച്ചു. ഇത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വന്നതാണ്. സർവീസ് കഴിഞ്ഞോ? ഒരു സർവീസ് കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു സർവീസ് കോസ്റ്റ്? വളരെ സിമ്പിൾ, നല്ല സർവീസാണ് ജീപ്പിന്റെ. ഈ ഡിസ്കവറിയുടെ കാര്യത്തിൽ കോസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഞാൻ കേട്ടിരിക്കുന്ന റേഞ്ച് റോവറിനാണ് ഏറ്റവും കൂടുതൽ സർവീസ് കോസ്റ്റ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതിന് സർവീസ് കോസ്റ്റ് ഇത്തിരി കൂടുതലാണ്. പക്ഷെ വണ്ടി അതിനുള്ള ഉണ്ട്. അതിന്റെ പവർ എന്ന് പറഞ്ഞാൽ ഇത് അതിന്റെ പവറിന്റെ അത്ര എത്തില്ല. അതിനൊരു ഇത് കുറച്ച് ദിവസം പിടിച്ചു. എനിക്കൊരു കാല് കൊടുക്കുന്നൊന്നും ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ദിവസം പിടിച്ചായിരുന്നു. അത് പവർ രക്ഷയില്ലാത്ത വണ്ടിയാണ്. നമ്മൾ റൈഡ് കംഫോർട്ട് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് പറ്റിയ വണ്ടിയല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇത്തിരി ഫാമിലി ആയിട്ടൊക്കെ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ റൈഡ് കംഫോർട്ട് എൻ്റെ ഒരു മെയിൻ സംഭവമാണ്. അപ്പോൾ അതും കൂടിയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ ഇലക്ട്രിക് കാറുകൾ ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ഇലക്ട്രിക് കാർ സത്യം പറയാൻ ഓടിച്ചിട്ടില്ല. അതിനെപ്പറ്റി ചിന്തിച്ചില്ല ഇത് വാങ്ങിക്കുന്ന സമയത്തൊന്നും? അങ്ങനെ ഒരു നീക്കം, ആ ഒരു പ്ലാൻ ഈ സമയത്തില്ല. ഞാൻ ആ വണ്ടിയൊക്കെ ഒന്ന് ഇത്തിരി സ്റ്റെബിലൈസ് ആയിട്ട് അതിലേക്ക് നീങ്ങാനുള്ള പ്ലാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്താ? ഇതിൻ്റെ ഇത് തന്നെയാണ്. നമുക്ക് ഒട്ടും ബോഡി റോളില്ല. നമ്മളൊരു മോശം റോഡിൽ കൂടെ പോയാലും ഒട്ടും നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്യില്ല എന്നുള്ള. മോശം റോഡാണ് ഇതിനിഷ്ടം. മോശം റോഡിൽ വളരെ സുന്ദരമായിട്ട് പോവാൻ വണ്ടി. ഒരു കോൺഫിഡൻസ് ഉള്ള ഡ്രൈവർ, ഒരു കൊതിയാവുന്ന ഡ്രൈവർ എന്നൊക്കെ പറയുന്ന. നമ്മൾ ഇപ്പോൾ ലൈറ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിലിരിക്കുന്ന അതെ ആ ഒരു ഫീല് തന്നെയാണ് ഇത്. എന്താണ് ഒരു നെഗറ്റീവ് പറയണത്? അല്ലെങ്കിൽ എന്തെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിലും തോന്നുന്നു എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത്തിരിയുടെ മൈലേജ് വേണമെങ്കിൽ ആകാനല്ലേ? ഞാൻ ഓടിക്കുമ്പോൾ 8-10ഒക്കെയാണ് നോർമലി കിട്ടുക. ഇപ്പോൾ ചേട്ടൻ ഓടിക്കുമ്പോൾ ഒരു 13 കിട്ടും. ചേട്ടൻ വളരെ പതുക്കെ പോകുന്ന ആളാണ്. നമ്മളൊരു മാന്യമായ സ്പീഡിൽ പോവുകയാണെങ്കിൽ മൈലേജ് നല്ല. പക്ഷെ ഒരു നോർമൽ സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ 16-17 വരെ ഈ വണ്ടി കിട്ടും. ഹൈവേയിലൂടെ നമ്മളൊരു 60-70 പോവുകയാണെങ്കിൽ 16-17 കിട്ടും. പക്ഷേ ഈ വണ്ടിയും കൂടെ ഹൈവേയിൽ 60-70 പോകാൻ പറ്റില്ല. അത് വണ്ടി അവമാനിക്കുന്ന പോലെ. അത് അല്ലെങ്കിൽ അങ്ങനെ ഓടിക്കുന്ന ആൾ വേണം. ചേട്ടൻ ഓടിക്കുമ്പോൾ കിട്ടാറുണ്ട്, കിട്ടാറുണ്ട്. മറ്റു വണ്ടികളുണ്ടോ നമ്മളിപ്പോൾ ടൂറിസത്തിന്റെ ഇതിന്റെ ഭാഗമാണ്? എൻ്റെ കയ്യിൽ വണ്ടി അത്യാവശ്യം. പിന്നെ ഉള്ളത് ഞാൻ സെക്കൻഡ് വണ്ടി ഉപയോഗിക്കുന്ന പോളോ ആണ്. അതും എൻ്റെ ഒരു ഫേവറേറ്റ് വണ്ടിയാണ്. ഇപ്പോൾ 6 കൊല്ലമായി ഞാൻ. അല്ല, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ബിൽ ക്വാളിറ്റി ഉള്ള 2 വണ്ടികളാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം അല്ലേ? അതിന്റെ സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട് പോളോ? അതിപ്പോൾ ഭയങ്കര കുറവാണല്ലോ. ഈ ആദ്യം ഉണ്ടായിരുന്ന ഒരു ഇത് പോളോയ്ക്ക് ഇപ്പം ഇല്ല. ഇപ്പോൾ 2 കൊല്ലത്തേക്ക് ഒരു സർവീസ് തരും. അങ്ങനെയൊക്കെ വരുമ്പോഴും
അത് സർവീസ് കോസ്റ്റ് ഒന്നും ഈ പറയുന്നത് വോൾസ്വാഗൻ ഇപ്പം ഇല്ല. ഞാൻ അതുകൊണ്ട് ആ വണ്ടി കൊടുക്കാനും എനിക്ക് ഉദ്ദേശമില്ല. അത് ഓട്ടോമാറ്റിക് ആണോ? അല്ല, അന്ന് GT എടുത്തില്ല, എങ്ങനെയോ എടുത്തില്ല. പക്ഷേ കംഫർട്ടബിൾ തരുന്നുണ്ട്. അപ്പോൾ ഇതിന് ദീർഘകാലം ഉപയോഗിക്കാൻ തന്നെയാണോ പരിപാടി? ദൈവം സഹായിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇനിയൊരു കോഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ കോഡ് കാലമാണ് നമ്മുടെ പ്രശ്നമല്ലേ, നമ്മുടെ പ്രശ്നം. അങ്ങനെ കുഴപ്പമുണ്ടാവില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഉപയോഗിച്ചാൽ കൊള്ളാന്നുണ്ട്. ഓക്കെ. ഇപ്പം എത്ര ഓടിക്കാണ് ഇപ്പോൾ 8 മാസം കൊണ്ട്? 10-12,000. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഒരു ജീപ്പ് ഓണറിനെ കണ്ടു. ജീപ്പ് ഓണേഴ്സ് എല്ലാം ഭയങ്കര ഹാപ്പി ആട്ടോ. കാര്യം തുടക്കത്തിൽ ജീപ്പ് ഇവിടെ വരുന്ന സമയത്ത് എല്ലാവർക്കും ഒരു പേടിയായിരുന്നു. ഇതിൻ്റെ സർവീസ് കോസ്റ്റ് ഒക്കെ അമേരിക്കൻ കമ്പനി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് കൂടുന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വളരെ പിടിച്ചു നിർത്തിയിട്ട് തന്നെ സർവീസിൻ്റെ കാര്യത്തിൽ എല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് എന്നാണ് ഞാൻ കണ്ടത്. ഡീലേഴ്സിനെ പറ്റിയൊന്നും ആരും അങ്ങനെ കുറ്റമൊന്നും പറയുന്നില്ല. എന്തായാലും ഈ പറഞ്ഞ പോലെ ഓടിക്കാൻ കൊതി തോന്നുന്ന വാഹനം എന്ന് പറയുന്നൊരു വാചകം പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കത് കാണുമ്പോൾ ഓടിക്കാൻ തോന്നുന്നുണ്ട്. അത്രയും മനോഹരമായ ഒരു വാഹനമാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് രതീഷ്. ഇനി കോവിഡൊന്നും ഇല്ല കേട്ടോ, ഇനി ധൈര്യമായിട്ട് മുന്നോട്ട് പോകട്ടെ കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോൾ ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ കാര്യത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് വന്ന ഓലയുടെ ഓണറിനെയാണ് കാണുന്നത്. ഓലയുടെ S1 Pro എന്ന് പറയുന്ന വേരിയൻ്റാണ്. നമസ്കാരം, പേര്? വിഷ്ണു. എന്തെന്ന് വിഷ്ണു? ശരി. ശരി. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ വന്ന മീറ്റർ കുറച്ച് റീഡിംഗ് ഒക്കെ കുറച്ച് കാണിച്ച് നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ? ശരി. അപ്പോൾ ഇത് ഇലക്ട്രിസിറ്റി ബോർഡിന് വേണ്ടിയാണ് ഓടുന്നതെങ്കിലും ഇത് ഇലക്ട്രിക് ആണ് കേട്ടോ, അല്ലേ? അങ്ങനെ കാര്യമുണ്ട്. എത്ര കാലം ഇപ്പോൾ ഇതെടുത്തിട്ട്? 1.5. എത്ര ഓടി കാണും? 1.5 വർഷം കൊണ്ട് 24,000 ഓടി. നല്ല ഓട്ടമാണല്ലോ. അത് ശരി. എങ്ങനെയുണ്ട് സ്വിഗ്ഗി ഓടുമ്പോൾ? എല്ലാവരുടെയും ഒരു സംശയം, നമുക്ക് ജീവിക്കാനുള്ളത് കിട്ടുമോ സ്വിഗ്ഗിക്കൊക്കെ? ഇതിപ്പോ എനിക്ക് ഇലക്ട്രിക് ആയതുകൊണ്ട് വലിയ പ്രശ്നം വരില്ല. നമുക്ക് പെട്രോൾ അടിക്കേണ്ട പൈസ ഒരു ലാഭം കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അതുകൊണ്ട് ഇറങ്ങാറില്ല. കാരണം എന്തെങ്കിലും രീതിയിൽ ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫൈനാൻസ് എങ്കിലും അടഞ്ഞു പോകാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടണം. ഇതിന്റെ പണി കിട്ടുമെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിനിപ്പോ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഒരാളും നമുക്ക് സർവീസ് ചെയ്ത് തരാണ്ടാവില്ല. ഇപ്പൊ ഇതിന്റെ ഫ്രണ്ടിലെ ഫോർക്കിന്ന് ഓയിൽ ലീക്ക് ഉണ്ട്, കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് നമ്മളിപ്പോ പറയാൻ തുടങ്ങിയിട്ട് ഒരു 70 ദിവസത്തിൽ കൂടുതലായി. 70 ദിവസം. അത് ഓല കെയർ പ്ലസ് എന്ന് പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അത് വീട്ടിൽ വന്ന് സർവീസ് ചെയ്ത് തരണം എന്നാണ് ഇവരുടെ പ്ലാൻ പ്രകാരം. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്ന സമയം തൊട്ട് ശരിക്കും ഇതിനെ പറയേണ്ടി വരും. ആദ്യത്താണ് ഇതിന്റെ ഈ ബ്രേക്ക് ലിവർ കണ്ട, ഇത് നമ്മൾ ഓടിച്ചോണ്ടിരിക്കേണ്ട ഇടയിൽ ഒരു ദിവസം ഊരി പോന്നു കഴിഞ്ഞിട്ട് വണ്ടി വഴിയിൽ കിടന്നു ഒരു അതേ സെയിം സ്ഥലത്ത് നിന്ന് തന്നെ വേറൊരു വണ്ടി മോഷണം പോയതുമാണ്. അങ്ങനെ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മുടെ വണ്ടി വഴി കിടക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു അവരുടെ കെയർ പ്ലസിന്റെ ഒരു നമ്പർ ഉണ്ട്, നമുക്ക് വിളിക്കാനായിട്ടൊരു ഇതുണ്ട്. അപ്പൊ അതിനകത്ത് വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു വണ്ടി ഇതുപോലെ വഴി കിടക്കുവാണ്, അപ്പൊ നമുക്ക് ഇത് വീട്ടിൽ വന്ന് റോഡ് സൈഡ് അസിസ്റ്റന്റ് ഉണ്ട്, പ്ലാൻ പ്രകാരം റോഡ് സൈഡ് അസിസ്റ്റന്റ് ഉണ്ട്. അപ്പൊ വണ്ടി വന്ന് പിക്ക് ചെയ്ത് എടുത്തോണ്ട് പോകണം. അപ്പൊ നമ്മളിത് പറഞ്ഞു വണ്ടി എടുക്കാൻ വരണമെന്ന് പറഞ്ഞിട്ട് ആരും വന്നില്ല. പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ടൊരു പെട്രോൾ വിളിച്ച് വണ്ടിയിൽ കയറ്റി അവിടെ കൊണ്ടുപോയി സർവീസ് സെന്ററിൽ കൊണ്ടു കൊടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബ്രേക്ക് ലിവർ എന്ന് പറഞ്ഞ പാർട്സ് ഇല്ല. എന്നിട്ട് ഈ ബ്രേക്ക് ലിവർ ഇല്ലാണ്ട് ഞാൻ 3 ആഴ്ച ഈ ബ്രേക്ക് ലിവർ ഇല്ലാണ്ട് ഈ ബ്രേക്കും ഈ ഇതും വെച്ച് വണ്ടി ഓടിച്ചു. അങ്ങനെ അപകടമാണല്ലോ അല്ലേ? ഇവര് നമുക്ക് വീട്ടിൽ വന്ന് സർവീസ് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചുമന്ന അങ്ങ് കൊണ്ടുപോയിട്ട് പോലും നമുക്ക് പാർട്സ് കിട്ടുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ടൈമിൽ തന്നെ ഈ ഓയിൽ ലീക്ക് ഉണ്ട്. നമ്മൾ ആ ഇഷ്യൂ അന്ന് പറഞ്ഞതാണ്, ഓയിൽ ലീക്ക് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞത്. ഫ്രണ്ട് ഫോർക്ക് അവിടെ ഇല്ല. അപ്പൊ അത് വരുമ്പോ മാറി തരാന്ന് പറഞ്ഞു. നമ്മളെ ഇടയ്ക്ക് വിളിക്കും, അപ്പൊ പറയും ഫോർക്ക് വന്നിട്ടില്ല, വീണ്ടും വിളിക്കും, അപ്പൊ പറയും ഫോർക്ക് വന്നിട്ടില്ല. റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ കെയർ പ്ലസ് ഉള്ളതാണല്ലോ, നമുക്ക് വീട്ടിൽ വന്ന് ചെയ്ത് തരേണ്ടതാണ്. ഇതുവരെ ഒരു പ്രാവശ്യം പോലും അവർ ചെയ്തു തന്നിട്ടില്ല. പിന്നെ പഞ്ചർ അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതിന് ഇത്രയും ദിവസം എടുക്കുന്നെങ്കിൽ ഒരു പഞ്ചർ വെച്ച് 70 ദിവസം നമുക്ക് ഇരിക്കാൻ പറ്റുമോ സാറേ? അപ്പൊ കെയർ പ്ലസ് എന്ന് പറയുന്നത് നമ്മൾ അഡീഷണൽ ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. 4,000 രൂപ കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുത്തേക്കുന്നതാണ്. എന്നിട്ട് പോലും ഇതാണ് അവസ്ഥ. വണ്ടി എന്നുള്ള രീതിയിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്, ഓടിച്ചോണ്ട് നടക്കാൻ. പക്ഷെ ഇതാണ് സർവീസിന്റെ കാര്യത്തിൽ. അപ്പൊ സർവീസിന് വേണ്ടി നമ്മൾ വിളിക്കുമ്പോഴൊക്കെ ആരെങ്കിലും അറ്റൻഡ് ഒക്കെ ചെയ്യും അല്ലേ? അറ്റൻഡ് ചെയ്യും. അവരുടെ ഒരു ഇത് നമ്പർ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ വണ്ടി കൊണ്ടുപോയി സർവീസ് സെന്ററിൽ വെച്ചെന്ന് വിചാരിക്കാം, അവിടെ സർവീസ് സെന്ററിലെ ആൾക്കാരുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് വേറൊരു രീതിയിലുള്ള ഇതില്ല. അവരുടെ നമ്പർ ഇട്ട് വിളിച്ചാലും അവർ ഫോൺ എടുക്കില്ല. എടുക്കാൻ പറ്റുമോ ഇല്ല, കാര്യം ഈ പറഞ്ഞ ആൾക്കാർ മുഴുവൻ വിളിച്ചോണ്ടിരിക്കുമായിരിക്കും വരെ. അതിന് മാത്രം വണ്ടികളുടെ എണ്ണം മീൻസ് അതിനനുസരിച്ച് കൂട്ടിയിരിക്കുകയാണ്. പല സ്ഥലത്തും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇഷ്ടംമാതിരി വണ്ടികള് പണി മുടക്കിയിരിക്കണതിന്റെ വീഡിയോകളോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മുടെ റാപ്പിഡ് ഫെയർ തന്നെ ഒരാൾ വന്ന് ഇത് വളരെ ശക്തമായിട്ട് പറഞ്ഞു, ഇതുപോലെ ഈ സർവീസ് സെന്ററിൽ എന്താ സർവീസ് സെന്ററിലൊക്കെ ഞാൻ പോയ സമയത്ത് 90 ദിവസമായിട്ട്
ദിവസമായിട്ട് ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് ഒരു പുള്ളി അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇതല്ലാണ്ട് വേറൊരു സ്പെയർ വണ്ടിയില്ല. ഇതിനു മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞുതരാം. അത് എന്ന് പറയാനായിട്ട് ഈ ഫ്രണ്ടിലെ ബാക്കിലെ ബ്രേക്കിന്റെ ലിവർ, ബ്രേക്ക് പാടോ അങ്ങനെ എനിക്ക് ടെക്നിക്കൽ കാര്യങ്ങളൊന്നും അറിയില്ല. ബ്രേക്കിന്റെ കാലിപ്പറോ അങ്ങനെ ഒരു സാധനം ജാമായിട്ടിരിക്കുക. അപ്പോൾ ജാമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഇവരുടെ അടുത്ത് ആദ്യം കൊണ്ടുപോകും. അതാണെങ്കിൽ നമ്മുടെ ഡിസ്ക് നന്നായിട്ട് ചൂടാവുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓരോ സ്ഥലത്തു നിന്നും ഓരോ കിലോമീറ്ററിൽ കെയർ പ്ലസ് എനിക്കുണ്ട്, ഇവന്മാർ വരില്ല എന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് എങ്ങനെയെങ്കിലും സർവീസ് സെന്റർ എത്തിക്കണമല്ലോ. ഈ ഡിസ്കിൽ ഞാൻ വെള്ളം ഒഴിച്ച് ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോൾ ഇത്തിരി വെള്ളം കോരി ഒഴിക്കും എന്നും പറഞ്ഞ് പുക വരും. അപ്പം അങ്ങനെ ഒഴിച്ചൊഴിച്ച് നിർത്തി ഞാൻ 10-15 കിലോമീറ്റർ പ്രാമ്പല്ലൂരാണ് വീട്. അവിടുന്ന് എടപ്പള്ളി സർവീസ് സെന്ററിൽ കൊണ്ടുപോകണം. എടപ്പള്ളി സർവീസ് സെന്ററിൽ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ആദ്യ ദിവസം കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞ് ബ്രേക്ക് പാഡിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞ് ബ്രേക്ക് പാഡ് മാറി. അതൊരു ദിവസം ഫുൾ അവിടെ ഇരുന്നിട്ടാണ് ബ്രേക്ക് പാഡ് മാറി തന്നിട്ട്. ബ്രേക്ക് പാഡ് മാറി തന്നിട്ട് ഞാൻ പിറ്റേ ദിവസം തിരിച്ചിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ എടപ്പള്ളി ലുലുമാളിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ സംഭവം ഇതായിട്ടുള്ള കാര്യം. ബാറ്ററി ചാർജ് അതുപോലെ തന്നെ പെട്ടെന്ന് ഇറങ്ങിപ്പോണ്ട്. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, നമുക്ക് ഇത്ര വലിയ വിവരമൊന്നുമില്ല, എന്നിട്ട് നമുക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളത് വീണ്ടും തിരിച്ച് അവിടെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ചേട്ടാ ഇതുപോലെയാണ്, ചാർജ് ഇതുപോലെ ഇറങ്ങുന്നുണ്ട്, ഇത് പിടിച്ചിരിക്കേണ്ടെന്നാണ് ഓൺലൈൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതൊരു കുഴപ്പമില്ല ബ്രോ, ഇത് ഈ ബ്രേക്ക് പാഡ് കടിച്ചു പിടിച്ചിരിക്കുന്നതിൻ്റെയാണ്, അപ്പോൾ അതുകൊണ്ട് ഇതിന് യാതൊരുവിധ പ്രശ്നവും സ്വാഭാവികമായിട്ടും ഉള്ളതാന്ന് പറഞ്ഞു. ഞാനിതൊക്കെ വിശ്വസിച്ച് ഞാൻ ഓടിച്ചോണ്ട് പോകും. നമ്മളിത് ഹൈപ്പർ മോഡുണ്ട്. അപ്പോൾ ആ ഹൈപ്പർ മോഡ് ഇട്ടാണ് നമ്മൾ ഇങ്ങനെ പോണ വഴിക്ക് ഈ സാധനം വണ്ടി ഓവർ ഹീറ്റായിട്ട് ഹൈപ്പർ മോഡിൽ നിന്ന് തന്നെ നോർമൽ മോഡിയിട്ട് മാറി. ചൂടായതിൻ്റെ ഇത് ചൂടായതിൻ്റെ. അപ്പം ഇവർ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും വേറെ പ്രശ്നമൊന്നുമില്ല, ഇത് അറിയണേൻ്റെ ആണെന്നല്ലേ നമ്മൾ വിചാരിക്കും. അപ്പോൾ പോന വഴിക്ക് ഇത് ഓവർ ഹീറ്റായിട്ട് വണ്ടി ഹൈപ്പർ മോഡിൽ നിന്ന് നോർമൽ മോഡിയിട്ട് മാറുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ തൊട്ടടുത്ത ദിവസം പോയപ്പോൾ ഞാൻ ഇവരുടെ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു, എന്തായാലും MCUവിൻ്റെ പ്രശ്നമായിരിക്കും, നമുക്ക് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എപ്പോൾ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞ് പിറ്റേ ദിവസം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാൻ അവിടുന്ന് ബസ് പിടിച്ച് തിരിച്ച് വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോരാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ KCBയിൽ കോൺട്രാക്ട് മേടിക്കണം. നമുക്കൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ വണ്ടി ഇല്ലാണ്ട് പറ്റില്ല. എനിക്കിതല്ലാണ്ട് വേറെ സ്പെയർ ഒരു വണ്ടിയില്ല. അപ്പോൾ നമ്മൾ ബസ് പിടിച്ച് ഒരു ജംഗ്ഷനിൽ ചെല്ലും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം നമുക്ക് റീഡിങ് എടുക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ പിന്നെ കുറേ ഉള്ളിലായി, അത്രയും സ്ഥലത്തോട്ട് നമ്മൾ നടന്നു പോകണം. ഒരു ദിവസം നമ്മൾ 17 കിലോമീറ്റർ 18 കിലോമീറ്റർ നടന്നിട്ടാണ് നമ്മൾ പിന്നെ റീഡിങ് എടുക്കണേ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ബസ് പിടിച്ച് എടപ്പള്ളി ചെന്ന് കഴിഞ്ഞിട്ട് അവരോട് ചോദിച്ചു, ചേട്ടാ ഞാൻ ഇന്നലെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ചോദിക്കണേ ഏത് വണ്ടി ഇങ്ങനെ ചോദിക്കണേ. അപ്പം അത് കഴിഞ്ഞിട്ട് അവർ നമ്മൾ അത്രയും ബുദ്ധിമുട്ടി അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ആകെ ഇതായിപ്പോയി. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീത്ത വിളിക്കണ്ടെന്ന് വിചാരിച്ചാണ് പോകുന്നത്. ഇവരും മനുഷ്യന്മാരല്ലേ, അത്രയും വണ്ടികൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇത് വന്നത്. പക്ഷെ നമ്മൾ അത്രയും ബുദ്ധിമുട്ടി നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും തെറി വിളിച്ച് പോകും. അപ്പം അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞു. ഒരു 10 മിനിറ്റിനുള്ളിൽ ആ ബ്രേക്കിന്റെ കാലിപ്പർ അത്ര ഒച്ചപ്പാട് ഉണ്ടാക്കിയായിരുന്നു. ഈ 10 മിനിറ്റ് കൊണ്ട് കാലിപ്പർ മാറ്റി. ശരിക്കും ആദ്യത്തെ ദിവസം തന്നെ അത് ചെയ്തു തന്നായിരുന്നെങ്കിൽ അത്രയും സമയം കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. സർവീസ് ഭയങ്കര ഷോക്കാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു അവസ്ഥയാണ് ഇത്. അല്ല, പലരും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് പരിചയമുള്ള കേരളത്തിൽ ആദ്യത്തെ പോലെ ഇപ്പോഴും അപ്പാർട്ട്മെന്റിൽ അനങ്ങാതിരിപ്പുണ്ട്. കുറെ കാലമായിട്ട് ആരും വന്ന് എടുക്കുകയൊന്നും ചെയ്യാതിരിപ്പുണ്ട്. അദ്ദേഹം ഇതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ ഇട്ട് ഓലെ ടാഗ് ചെയ്തും. സർവീസ് കിട്ടണമെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്, ട്വിറ്ററിൽ പോസ്റ്റ് ഇടണം. ഒരു സർവീസ് കിട്ടണമെങ്കിൽ ട്വിറ്ററിൽ പോസ്റ്റ് ഇടേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ അവസാനം ഇപ്പൊ ഇത്തവണത്തെ ഇതിന്റെ ഇഷ്യൂ വന്നില്ലേ, ഈ ഓയിൽ ലീഗ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും Day 1, Day 2, Day 3 എന്നും പറഞ്ഞ് ട്വിറ്ററിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. അപ്പൊ 4000 രൂപയ്ക്ക് കെയർ പ്ലസ് എടുക്കുന്നതിന് പകരം ട്വിറ്റർ അക്കൗണ്ട് എടുത്താൽ മതി. ട്വിറ്ററിൽ എടുത്താലും വരില്ല. ഡെയിലി നമ്മള് പോസ്റ്റ് ഇടും, ഇന്ന് ഇത്ര ദിവസമായി സർവീസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടും. അടുത്ത ദിവസം ഇതുപോലെ തന്നെ പോസ്റ്റ് ഇടുന്നതാണ്. അത്രേ ഉള്ളൂ. സർവീസ് മാറ്റി നിർത്തിയാൽ എങ്ങനെയുണ്ട് വണ്ടി? സർവീസ് മാറ്റി നിർത്തിയാൽ വണ്ടി കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം റൈഡിങ് കംഫോർട്ട് ഉണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വിധം റേഞ്ച്. എന്ത് റേഞ്ച് കിട്ടുന്നുണ്ടാവും? ഒരു 100-120 ഒക്കെ കിട്ടുന്നുണ്ട്. ശരിക്കും നമ്മുടെ ജോലിക്ക് പറ്റിയ ഒരു വണ്ടിയാണ് ശരി അങ്ങനെ നോക്കുമ്പോൾ അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കുറ്റം മാത്രം പറയരുത്. വണ്ടി എന്നുള്ള രീതിയിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. നല്ല റൈഡിങ് കംഫോർട്ട് ഉണ്ട്. നമ്മൾ ഇരുന്ന് ഓടിക്കുമ്പോഴത്തേക്കും നല്ല ഒരു പെട്രോൾ വണ്ടി ഓടിക്കുന്നതിനേക്കാൾ സുഖമാണ്. പിന്നെ കിലോമീറ്റർ റേഞ്ച് അവർ ഏകദേശം പറഞ്ഞ പോലെ തന്നെ കിട്ടും. ലോഡ് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും കുഴപ്പമില്ല. സർവീസ് ബെറ്റർ ആക്കി കഴിഞ്ഞാൽ നല്ലതാണ്. ശരിയാണ്. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ ടാറ്റയുടെ ഓലയുടെ കാര്യത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സർവീസ് ഇഷ്യൂ കേട്ടിരിക്കുന്നത്. ആരോട് ചോദിച്ചാലും പറയുന്ന വാചകം ഇത് തന്നെ, വണ്ടി നല്ല വണ്ടിയാണ് പക്ഷേ സർവീസ് ഒരു രക്ഷയില്ല. അങ്ങനെ സർവീസ് നന്നായില്ലെങ്കിൽ ഒരു കാലത്തിന് രക്ഷപ്പെടാനും പോകുന്നില്ല ഈ കമ്പനികൾ അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഓലയുടെ കാര്യത്തിൽ ഭയങ്കര ചീത്തപ്പേരുണ്ട്. ഓലയുടെ തലപ്പത്തൊക്കെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. എല്ലാവരും ഇത് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ
എനിക്ക് തോന്നുന്നത് ഏതൊക്കെ വിപണി പിടിച്ചുകൊണ്ട് വരുന്നതിൻ്റെ കാരണം ഈ ഇവരുടെ സർവീസിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. ചാർജ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ ഇപ്പൊ ഈ ചേതൊക്കെ അത്ര സമയം എടുക്കുന്നില്ല. അതൊക്കെ 2 മണിക്കൂർ കൊണ്ടോ അങ്ങനെ എന്തോ ഫുൾ ചാർജ് ആവുമെന്ന് തോന്നുന്നുണ്ട്. 6.25 മണിക്കൂറാണ്. 120 കിലോമീറ്റർ ആണ് ഇതിന് കിട്ടുന്നത്. ഞാൻ നോക്കിയിട്ട് മറ്റേതാണെങ്കിൽ ഇപ്പൊ 2 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവുമെങ്കിൽ അതിന് കിലോമീറ്റർ റേഞ്ച് ഇപ്പൊ ഓല മിക്കവാറും ആൾക്കാർ എടുക്കുന്ന ഇത്രയും കിലോമീറ്റർ റേഞ്ച് കൂടുതൽ കിട്ടുന്നത്. അങ്ങനെ ഒരു സെറ്റൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ ഓല എടുക്കുന്നത്. ഏതൊക്കെ ഇത്തിരി കൂടെ ഫാസ്റ്റ് ആയിട്ട് താണ്ട് അതിന്റെ സർവീസ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഇത്തിരി കൂടെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവുന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇനിയിപ്പോൾ പല വണ്ടികളിലും വരും, പെട്ടെന്ന് ചാർജ് ആവുന്ന കാര്യങ്ങളൊക്കെ. എന്തായാലും ഇതൊരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് വന്ന ഒരു വണ്ടി തന്നെയാണ്. ഇതിന്റെ ഷേപ്പ് ആണെങ്കിലും അതെ, ഇതിന്റെ കിലോമീറ്റർ എല്ലാ കാര്യങ്ങളും സർവീസ് ഇവർ തരുന്നില്ല. അപ്പോൾ ആ ഒരു വിഷമം ഓലയുടെ അത് എന്താ തലപ്പത്തുള്ളവരൊക്കെ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. അപ്പോൾ തന്നെ ഇതൊരാൾ ജീവിത മാർഗ്ഗം കൂടി. ഈ പറഞ്ഞ പോലെ ഈ വണ്ടി ഒന്ന് പണി മുടക്കി കഴിഞ്ഞാൽ 17 കിലോമീറ്റർ നടക്കേണ്ട അവസ്ഥയുള്ള ഒരാളാണ് ഇപ്പോൾ നമ്മളെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ വളരെ മോശമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓലയുടെ ഭാഗത്ത് നിന്നും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിട്ട് അതിനൊരു പരിഹാരം ചെറിയ തോതിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ സ്വയം ആശംസിക്കുന്നു. പറയാൻ ഒരു വേദി കിട്ടി, അതാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്. അതെ, അതെ. ഓക്കെ, എന്നാലും താങ്ക് യു. ശരി, ഓക്കെ. അപ്പോൾ ഇനി ഒരു കാലത്തെ താരമായിരുന്ന സ്കോഡ ഒക്ടേവിയ, ഇപ്പോഴും പലരുടെ ഒരു വലിയ ആഗ്രഹമാണ് സ്കോഡ ഒക്ടേവിയ എന്നുള്ളത്. പുതിയത് നമുക്ക് അടുക്കാൻ പറ്റാത്ത വിലയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തന്നെയല്ല ഇപ്പോൾ പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്കോഡ ഒക്ടേവിയുടെ ഓണറിനെയാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. പേര് നിഖിൽ. എന്ത് ചെയ്യുന്നു നിഖിൽ? ഇങ്ങനെ കർഷകനാണ്. കർഷകനാണ്. ശരി. അങ്ങനെ പൊതുവേ നമ്മൾ കാണുന്നവരാരും ഞാൻ കർഷകനാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പോൾ എന്താ പ്രധാനം? വലിയ എസ്റ്റേറ്റൊക്കെ ആയിരിക്കും കേട്ടോ. ചെമ്മീനാണ്. ചെമ്മീൻ കെട്ട്. ശരി. കെട്ടല്ല, ടെക്നോളജി, ബയോഫ്ലോക്ക് ടെക്നോളജിയിൽ വീടുകളിൽ വളർത്താം. അപ്പോൾ പിന്നെ മറ്റേ ഓപ്പൺ പോണ്ടിൽ ചെയ്യാം. ശരി, വീടുകളിൽ വളർത്താം. വീട്ടിലുണ്ട്. അപ്പോൾ അത്രയുണ്ട് ആണല്ലേ? 1 lakh ലിറ്ററിൽ ഇപ്പോൾ ഞാനൊരു 4 കൊല്ലമായി. ശരി. അപ്പോൾ നമ്മൾ എന്താണ് എന്ത് വെച്ചിട്ട് ആ പോണ്ട് ഉണ്ടാക്കുന്നത്? അതൊരു സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് നമുക്ക് പടുതൊക്കെ ഇട്ട് നോർമൽ എയറേഷൻ കൊടുത്ത് ശരി. ഒരു പാഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ എടുത്ത് കഴിക്കാം. ഒരു 60 to 90 days ആണ് കൃഷി. ശരി. അപ്പം അത്രയും ഏരിയ വെച്ചിട്ട് എത്ര കിലോ കിട്ടും? അപ്പോൾ എൻ്റെ ഇരിക്കണത് ഒരു 34 ലിറ്റർ വെള്ളമാണ്. അതിൽ നമുക്ക് ഏകദേശം ഒരു 130 കിലോ കിട്ടും. അത്രയും കിട്ടും. ശരി, അത് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പരിപാടി കേൾക്കുന്നത്. അപ്പോൾ അതിന് വെള്ളം മാറ്റണോ അതോ? വേണ്ട, സീറോ എക്സ്ചേഞ്ച് ആണ്. നമ്മുടെ എൻ്റെ ടെക്നോളജിയിൽ സീറോ എക്സ്ചേഞ്ച് ആണ്. പിന്നെ ഞാനിപ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കടലിലെ തീരത്തുള്ള ഡയറക്റ്റ് സീ വാട്ടർ കിട്ടുന്ന ഏരിയ ആണെങ്കിൽ നമുക്ക് ഹാർവെസ്റ്റിംഗ് ബെറ്റർ ആണ്. കുറച്ചുകൂടി ട്രീറ്റ് ചെയ്യാൻ എളുപ്പമാണ്. റിസ്ക് ഭയങ്കര കുറവാണ്. എന്താ അതിന് തിന്നാൻ കൊടുക്കുന്നത്? ഫീഡുണ്ട്. അതിന് പറ്റുന്ന ഫീഡ്. ശരി, അതുകൊള്ളു. അപ്പം അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എന്താ സ്ഥാപനത്തിന്റെ പേരെന്നല്ല, ഞാനങ്ങനെ എൻ്റെ സെൽഫായിട്ട് മാർക്കറ്റിംഗ് ചെയ്യില്ല. നമ്മുടെ വീട്ടിൽ വന്ന് കണ്ട് ടെക്നോളജി ഷെയർ ചെയ്ത് അങ്ങ് കൊടുക്കും. പിന്നെ സൈറ്റ് വിസിറ്റ് ചെയ്യും. ഇപ്പം നമുക്കിപ്പോൾ കോഴിക്കോട്, പയ്യോളി, കായംകുളം, പള്ളുരുത്തി എല്ലാം വലിയ പ്രൊജക്റ്റുകളാണ്. 1 CR മുകളിലുള്ള പ്രൊജക്റ്റാണ്. ബന്ധപ്പെടണമെങ്കിൽ എന്താ എങ്ങനെയാ കോൺടാക്ട് ചെയ്യേണ്ടത്? എൻ്റെ കോൺടാക്ട് നമ്പർ എന്തിനാ ഷെയർ ചെയ്തേക്കാം. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു. ഏതായാലും ഈ പറഞ്ഞ പോലെ നല്ലൊരു നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമാണ്. അതെ, കേട്ടിട്ട് രസമുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള സംഭവത്തിൽ നിൽക്കുന്ന ആളൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് എത്ര കാലം എടുത്തിട്ട്? ഇത് ഞാൻ നേരത്തെ സ്കോഡ ഫ്രണ്ടിൻ്റെ ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് സ്കോഡ പെട്ടെന്ന് ചെന്ന് ചാടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സർവീസ് കോസ്റ്റ് മേടിച്ചത്. സർവീസ് കോസ്റ്റ് അല്ല, നമുക്ക് നമ്മുടെ സാമ്പത്തികം നോക്കണമല്ലോ, ആദ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണ്ടേ. അപ്പം ഫ്രണ്ടിൻ്റെ വണ്ടി അവനും കുഴപ്പമില്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടാണ് ചുറ്റുകൊണ്ട്. അപ്പം അവൻ കുറേ നാളായി യൂസ് ചെയ്യുന്നത്. ലോറയാണ്. അപ്പോൾ പിന്നെ സ്കോഡ നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെ 87ാമത്തെ വണ്ടിയാണ് നോക്കിയെടുത്ത്. കുറേ നോക്കിയെടുത്ത് 87ാമത്തെ വണ്ടി ഇഷ്ടം പോലെ വണ്ടി നോക്കി. എല്ലാം സ്ക്രാപ്പാണ്. ആപ്റ്റാവിയാണ്. നമുക്ക് മൈലേജ് ഉണ്ടല്ലോ, മൈലേജ് ഉണ്ട്, ഫ്യൂൽ എഫിഷ്യൻസി ആണ്, പിന്നെ ബോഡി സ്ട്രോങ് ആണ്, റൈഡിങ് കംഫർട്ട് ഉണ്ട്. ടേണൊക്കെ എടുക്കുമ്പോൾ അതൊന്നുമില്ല, നല്ല കംഫർട്ട് പറയണ്ട. ഇത് മാനുവലാണോ? മാനുവലാണ്. 2007 എത്ര ഓടിയതാ വാങ്ങിച്ചപ്പോൾ? ഞാൻ 90,000. പിന്നെ നോർമൽ ജനറൽ മേജർ വിസ എല്ലാം കഴിഞ്ഞു. ഇത് കേരള വണ്ടി തന്നെയായിരുന്നു? കേരള വണ്ടി തന്നെയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ജെന്യൂൻ സ്റ്റോക്ക് പെയിന്റ് ആണ്. സിംഗിൾ ഓണറാ?
സ്റ്റോക്ക് സീറ്റാണ്, ആ ശരി, എല്ലാം സ്റ്റോക്കാണ്. അടിപൊളി. അപ്പൊ ബമ്പർ ഞാൻ മാറ്റി, ബമ്പർ VRS-ന്റെ ബമ്പർ ഞാൻ കയറ്റിയതാ, സ്കോഡ സോൺ എന്ന് പറഞ്ഞിട്ട്. പിന്നെ സ്പോയിലറും കയറ്റി, ഒറിജിനൽ ഇമ്പോർട്ടന്റ് സ്പോയിലർ തന്നെ അതിന്റെ ഫൈബറിൽ ചെയ്തെടുത്ത. അപ്പൊ 87 വണ്ടി നോക്കി എടുത്തിട്ട് ഈ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ വലിയൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, അതിനെ മീറ്റ് ചെയ്തോ? പിന്നെ ഉണ്ട്. പിന്നെ എല്ലാ വണ്ടി സ്ക്രാപ്പ്, റോഡിനെക്കാട്ടും കൂടുതൽ സ്ക്രാപ്പിലുള്ള ഈ വണ്ടി കിടക്കണേ. എന്ത് പറ്റി അതിന് ഇത്രയും ബിൽ ക്വാളിറ്റി ഉള്ളൊരു വണ്ടി ഇത്രയും സ്ക്രാപ്പിൽ പോകുന്നത് എന്തായിരിക്കും? അത് എന്ന് വെച്ചാല് പറഞ്ഞു കേട്ട അറിവും പിന്നെ എല്ലാവരും എടുത്തു തുടങ്ങിയല്ലേ വണ്ടി. അത് റീസെയിൽ വാല്യൂ ഒട്ടുമില്ല. അപ്പോൾ ഒരു മാരുതി പർച്ചേസ് ചെയ്യണ ഇതിൽ നല്ല പവർഫുള്ളായ വണ്ടി, ടോർക്കുള്ള വണ്ടി എടുത്ത് കഴിഞ്ഞ ശേഷം അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് എഞ്ചിൻ നിൽക്കൂല, ഇങ്ങനെ കിടന്ന് ഓടിക്കോളും. അതെന്റെ ഒരു ഫീലിംഗ് ആണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. കിടന്ന് ഓടിക്കോളും. പക്ഷെ പാർട്സ് ഇത് പ്രോപ്പർ ടൈമിൽ റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ അതിനനുബന്ധപ്പെടുത്തി മുകളിലേക്ക് കയറി അങ്ങനെ ഒരു ഫെയിലിയർ. പിന്നെ പാർട്സിന്റെ റേറ്റ്, പിന്നെ എനിക്കെന്തോ ഇഷ്ടമാണ് സ്കോഡ. ഡീസലാണ്. ഒരു മിറാക്കിൾ കാർ എനിക്ക് തോന്നിയേക്കുന്നത്. ഇത്രയും ബോഡി വെയിറ്റിൽ ഇത്രയും മൈലേജ് ഔട്ട്പുട്ട് ചെയ്യാന്ന് പറയാം. അതൊരു ഞാനൊക്കെ ഇത് ആദ്യം വന്ന സമയത്ത് ഓടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോണ്ടിച്ചേരിക്കൊക്കെ പോയി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ കാലത്തെ പ്രീമിയം വണ്ടികൾ ബെൻസ് BM അതൊന്നും അല്ലാന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു. എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോ ഇത് കൊടുത്ത് പിന്നെ എടുക്കാൻ BM പറ്റുള്ളൂ. വേറെ കംഫർട്ടിൽ എനിക്കത് താഴാൻ പറ്റണില്ല. എത്ര രൂപ കൊടുത്താണ് ഇതിന്? ഞാൻ ഇതിന് ഏകദേശം 2 രൂപ. അപ്പൊ നമ്മൾ 87 വണ്ടി നോക്കിയ സമയത്ത് ഏകദേശം ഈ റേറ്റ് ഒക്കെ എനിക്കില്ല. 80,000 വന്നു, 90, 1 lakh, 110. പക്ഷെ അത് സ്കോഡാന്ന് പറയാൻ പറ്റൂല. അത് സ്കോഡ ആയിരുന്നില്ല. വെച്ചാല് നമുക്ക് കംപ്ലൈൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ അകത്തുള്ള ഓരോ ആംബിയൻസ് എല്ലാം പക്ക വേണം. അതൊരു നിർബന്ധമാണ് എനിക്ക്. വണ്ടി സ്റ്റോക്ക് ആയാൽ മതി, കംപ്ലൈന്റ് ആയിക്കോട്ടെ, ഞാൻ മാറ്റിക്കൊള്ളാം. പക്ഷെ ഒന്നുമില്ല, നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പാർട്സ് ഒന്നും അതിൽ കാണുന്നില്ല. ഡോർ ഹാൻഡിൽ അത് കീറിയിരിക്കണം, അത് ഹോള്, സ്വിച്ച് ഇല്ല. പിന്നെ AC വെന്റ് ഒന്നിനും സ്ലൈഡ് ചെയ്യൂല, അതൊന്നും ഒറ്റ വണ്ടിക്കില്ല. അപ്പൊ അതില്ല, ഡോറൊന്നിനും തുറയൂല. അങ്ങനെ തട്ടി, അങ്ങനെയാണ് സംഭവം ഉണ്ടല്ല, ഇങ്ങനെ തട്ടി നല്ല ഡോർ തുറയുള്ളൂ. കൂടപ്പുറപ്പുള്ള അതൊന്നും അങ്ങനെ ഇല്ല. അപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തോ കാര്യമായിട്ട്? ഫുൾ പണിതു. എടുത്തിട്ട് ഞാൻ റോഡിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് റാമ്പ് ലിഫ്റ്റ് കയറ്റി കംപ്ലീറ്റ് അടി ഞാൻ ഫുള്ള് ചെക്ക് ചെയ്തു. അവിടെ അഴിച്ചോളാൻ പറഞ്ഞല്ല, ഇത് കംപ്ലീറ്റ് A to Z ടൈമിങ് തൊട്ട് കംപ്ലീറ്റ് കണ്ടൻസർ, കംപ്രസർ, കംപ്ലീറ്റ് AC കംപ്ലൈന്റ് എപ്പോഴും വരുന്ന വണ്ടിയാണ്. ഇത് ഏറ്റവും കൂടുതൽ ഇത് കോൾഡ് കൺട്രി കിടക്കുന്ന വണ്ടിയായതുകൊണ്ട് അവർക്ക് ഹീറ്ററിലാണ് അവർക്ക് കൂടുതലും ഇമ്പോർട്ടൻസ്, AC-ലില്ല. AC കംപ്രസർ സ്ഥിരം പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഒറിജിനൽ കിട്ടില്ല, എന്നാലും ആ ക്വാളിറ്റിയിൽ നിൽക്കുന്ന എല്ലാം നല്ലത് തന്നെ വാങ്ങിച്ചിട്ടേക്കുന്നത്. പിന്നെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ആലോചിച്ചാൽ വാങ്ങിച്ചു. അപ്പൊ നല്ല പൈസ ആയി അത്യാവശ്യം. ഇല്ല, നമ്മൾ ഇപ്പോഴത്തെ ഇപ്പോൾ പുതിയ വണ്ടികളുടെ ഒരു സർവീസ് കോസ്റ്റ് അതൊക്കെ തന്നെ. ഞാൻ പാർട്സ് ഞാൻ എല്ലാം മാറിയേ ചെയ്തേ. ഇതൊരു 65 to 70 ആ റേഞ്ച് ആയുള്ളൂ. എല്ലാം പെടുന്ന ഇറങ്ങിയ. അപ്പൊ അത് സർവീസ് സെന്ററിൽ തന്നെ ചെയ്തോ അതോ മരിക്കാറിലായത്? എല്ലാരും പലതും പല വർക്ക്ഷോപ്പ് പറഞ്ഞു, പക്ഷെ പ്രൈസ് നമുക്ക് റീസണബിൾ ആണ്. പക്ഷെ അവിടെ എനിക്ക് കുറച്ച് ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമുക്ക് വണ്ടി കണ്ട് പണിയാൻ പറ്റും. മാറുന്നുണ്ടോ എല്ലാം കറക്റ്റ് ഒരു ഇത് കിട്ടും. അത്ര റഷൊന്നുമില്ല. പിന്നെ അവരായിരുന്നല്ലോ പണ്ടത്തെ ഡീലർ. അപ്പൊ അവിടുത്തെ സ്റ്റാഫും അന്നത്തെ സ്റ്റാഫ് വരെ ഉണ്ട്. അപ്പൊ അവർക്ക് അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ചില സ്ഥലത്ത് കംപ്ലൈന്റ് റെക്ടിഫൈ ചെയ്യാൻ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിന്റെ അത്. അവർക്ക് കേൾക്കുമ്പോ മനസ്സിലാവും അത് മതി, മാറിയില്ലെങ്കിലും റെക്ടിഫൈഡ് ആണല്ലോ കംപ്ലൈന്റ്, അത്ര കിട്ടിയാൽ മതി. എന്ത് മൈലേജ് എടുത്തുണ്ടാവും? 20+ ഉണ്ട്, 23 ഉണ്ട്. ബാംഗ്ലൂർ പോയിട്ട് വരാൻ 4200 രൂപ ഡീസൽ മതി. അത്രയും പവർ ഉണ്ടായിട്ടും അത്രയും മൈലേജ് കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇന്റീരിയർ ആണെങ്കിലും ഒന്നും പറയാനില്ല, ഒരു ഫുൾ സ്റ്റോക്കാണ്, ഫുൾ സ്റ്റോക്ക് സ്റ്റൈൽ വണ്ടി. ഇപ്പോൾ ക്യാബിൻ വരെ അകം വരെ ഞാൻ ഈ വണ്ടി പുറത്ത് വാഷ് ചെയ്യാൻ കൊടുക്കാറില്ല. എന്റെ ഒറ്റ വണ്ടി ഞാൻ പുറത്ത് വാഷ് ചെയ്യില്ല, ഒക്കെ ഞാൻ തന്നെ വാഷ് ചെയ്യുള്ളൂ. അടി കിടന്ന് തന്നെ വാഷ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല എന്തെങ്കിലും ക്ലിപ്പ് പൊട്ടിയിരിക്കുന്നുണ്ടോ, ഏതെങ്കിലും ഓസുകൾ ചെക്ക് ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും ഇന്റർകൂളറിന്റെ ആ ഓസൊക്കെ പോയിട്ടുണ്ട്, ട്യൂൺഡാണ്. അപ്പൊ അത് പോയിട്ടുണ്ടോ അത് അറിയണമെങ്കിൽ നമ്മൾ തന്നെ കിടന്ന് പെരുമാറിയാലേ നമുക്ക് നടക്കും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന നല്ലതാണ്. കുറച്ച് വാഷ് ചെയ്യാറില്ല, ഇതൊക്കെ നമ്മള് സ്ഥിരം കൈപ്പണി സ്ഥിരം വാഷിംഗ് ആണ്. അതുകൊള്ളാം. അതായത് ഈ പറഞ്ഞ പോലെ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിന്റെ രീതിയിലുള്ള സംസാരം കേട്ടോ. ഓസും മറ്റേ അതൊക്കെ ഞാൻ നോക്കുന്നു, ഇന്റർകൂളർ നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് എല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 87 വണ്ടി നോക്കിയ സമയത്ത് ഇതൊക്കെ അങ്ങ് പഠിച്ചു പോയതായിരിക്കും അല്ലേ? പിന്നെ നമ്മള് ഫസ്റ്റ് ഗ്രൂപ്പിൽ കയറാനുള്ള പാടായിരുന്നു. എങ്ങനെയെങ്കിലും ഗ്രൂപ്പിൽ കയറണം.
ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അത് എൻ്റെ എക്സ്പീരിയൻസ്. വാട്സപ്പ് ഗ്രൂപ്പ് ഇതിന്റെ ഓണേഴ്സിന്റെ ഏതാണ്ട് 317 പേരുള്ള കേരളയിൽ ഉണ്ട്. അങ്ങനെ ഗ്രൂപ്പിൽ ഞാൻ ചോദിച്ച് പുറകെ നടന്നെടുത്ത് വണ്ടിക്ക് പണി കിട്ടി. വണ്ടി കൊല്ലം പോകണമെങ്കിൽ പണി കിട്ടി. ഗിയറും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല, ഫസ്റ്റും റിവേഴ്സും വീറണില്ല. ഗ്രൂപ്പിൽ പറഞ്ഞോളൂ, നമ്മൾ അത് ഞാൻ വിശ്വസിച്ചിരുന്നില്ല ഇത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും സ്കോഡ ഗ്രൂപ്പ് എന്നുള്ളത്. പക്ഷെ അവര് ഗ്രേറ്റ് ജോബാണ് ചെയ്തത്. അവരവിടെ വന്ന് എന്നെ കൊണ്ടുപോയി 8 കിലോമീറ്റർ പുറകിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അത് തിരിച്ച് വീട്ടിൽ വരെ എങ്ങനെ റിവേഴ്സും ഫസ്റ്റ് വിടാന്ന് കാണിച്ച് വന്നിട്ട് തിരിച്ചു വിട്ടു. ഓ, അത്രയും ഭയങ്കര ഹെൽപ്ഫുള്ളാ. പാർട്സ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് ഉണ്ട്, നേരെ ഇങ്ങനെ ഞാൻ കംപ്ലൈന്റ് ഫീൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ ചേട്ടാ അത് മാറ്റണ്ട, ഇത്ര രൂപയുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, കുഴപ്പമില്ലല്ലോ. ഇതിന്റെ സ്റ്റിയറിംഗ് മൊത്തം വെച്ച് കഴിഞ്ഞപ്പോൾ അതൊരു ഫൈബറിന്റെ ഒരു പാർട്ടുണ്ട്. അത് പാർട്സ് ദ്രവിച്ച് പൊടിയായിപ്പോയി. അങ്ങനത്തെ പാർട്ടോടെ ഉണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് മൊത്തം ചോദിച്ചപ്പോ 12,000 രൂപ വരെ പറഞ്ഞു ഫുൾ സെറ്റ്. ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചു എന്ത് ചെയ്യും 12,000? ഒരു കുഴപ്പമില്ല ചേട്ടൻ അയച്ചാന്ന് വെച്ച് ഞാൻ അയച്ച്. അത് ലേറ്റിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. 300 രൂപ അടിച്ച് കൊളറൊക്കെ ഇട്ട് ഒരു കുഴപ്പമില്ല. സ്റ്റിയറിംഗ് പക്കയായി. സ്റ്റിയറിംഗ് നമുക്ക് ടോപ്പും ബോട്ടം പിന്നെ ടെലിസ്കോപ്പിംഗ് അതല്ലേ ഉള്ളൂ. ലെഫ്റ്റും റൈറ്റും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആട് വരുന്നു. അത് പോയത് തന്നെയാണ്. ഫസ്റ്റ് 300 രൂപക്ക് അവര് ഫുൾ അടിച്ചിട്ടത്. ഇതിപ്പോ വേറൊന്നും ഇല്ല, ധൈര്യം ഓടിച്ചോളാൻ പറഞ്ഞു. അടിപൊളി. അതാണ് ഗ്രൂപ്പുകളല്ലേ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഗ്രൂപ്പിലുള്ള കൊണ്ടുനടക്കാൻ പറ്റും വണ്ടി. നമ്മള് അന്വേഷിച്ച് പിടിച്ചാല് പിന്നെ റോട്ടിലെക്കാട്ടും കൂടുതൽ വേണ്ടി സ്ക്രാപ്പിലുള്ളതുകൊണ്ട് എല്ലാം കിട്ടും, സാധനം കിട്ടും. ഇപ്പൊ ഹെഡ്ലൈറ്റിന്റെ ബാക്കില് ഒരു കവറ് പോയി, കിട്ടാനില്ല. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ വേറൊരു 10 രൂപയുള്ള പുള്ളി ചേട്ടൻ എന്റെ ഉണ്ട്, ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന്. അത്ര ഹെൽപ്ഫുൾ ആണ്. അല്ലാണ്ട് ആരൊക്കെ കത്തിവല അങ്ങനെയൊന്നുമില്ല. അതാ പാർട്സിന്റെ പ്രൈസ് എത്ര, പരസ്പരം സഹായിക്കാന്നുള്ള ലക്ഷ്യം മാത്രം. അതുണ്ട്. അത് എന്ത് പോയാലും അതെ. വാക്യൂം പൈപ്പ് പോയാലാ ഒരു പ്രശ്നമില്ല. ചേട്ടാ വണ്ടി ഇന്ന് അവിടെ പൊളിക്കുന്നുണ്ട്, ഇവിടെ അടൂര് പൊളിക്കുന്നുണ്ട്. അവിടെ ചെന്നു കഴിഞ്ഞ ദിവസം വന്ന് ചേട്ടന്റെ വണ്ടിക്കല്ല ടർബോ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. അത് ടർബോ സുരക്ഷ അടൂര് പൊളിക്കുന്നുണ്ട്. അതൊക്കെ എടുത്തു വെച്ചാലാണ് ഇത് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ 317 പേരുണ്ട്. അവർ 317 ഒരു ഹാർഡ് കോർ ടെസ്റ്റ് ചെയ്യാതെ ഇരിക്കുന്ന വണ്ടികളുണ്ട്. പക്ഷെ അവർക്ക് വണ്ടി ആൾക്കാർ ഇവിടെ ഇല്ല, വണ്ടി വീട്ടിലുണ്ട്. അവർ സ്കോഡ ഉണ്ടായാൽ മതി. സ്കോഡ ലവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കരമാണ്. തീർച്ചയായിട്ടും അത് ഭയങ്കര. ഈ വണ്ടി ആദ്യകാലത്തൊക്കെ ഉപയോഗിച്ചവരെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു വണ്ടി ഈ പറഞ്ഞല്ലോ, പിന്നെ BMW ബെൻസോ അല്ലാതെ വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ സാഹചര്യത്തിൽ എന്തായാലും പറ്റില്ല. അതെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം എന്താ പറയുക, സ്കോഡ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എടുത്തിട്ട് ഈ ഗ്രൂപ്പിൽ കയറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ? അല്ലാതെ രക്ഷയില്ല. അപ്പോൾ ഇത് എന്നാലും ദീർഘകാലം ഉപയോഗിക്കുന്ന അപ്പോൾ എന്തായാലും നമ്മുടെ ആഗ്രഹം സാധിച്ചു എന്നാണ് ഇപ്പോൾ ഈ വണ്ടി ഇത്രകാലം ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാം സ്റ്റോക്ക് കൊണ്ട് കിട്ടിയത് കൊണ്ടാണ്. സ്റ്റോക്ക് പെയിന്റ് ആണ്, ഒന്നും ചെയ്തിട്ടില്ല. തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള ക്ഷമ കാണിക്കണം. 87 വണ്ടി കണ്ട് ഇത്രയും കണ്ടത് വിളിച്ച് തോറ്റി ആൾക്കാരെയൊക്കെ. അപ്പോൾ എന്നാലും താങ്ക് യു. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് റോയൽ എൻഫീൽഡിന്റെ ഹിമാലയന്റെ ഓണറിനെയാണ്. നമസ്കാരം. പേര്? ലിവിൻ. എന്ത് ചെയ്യുന്നു ലിവിൻ? ഞാനിവിടെ വർമ്മ ഹോംസിലെ സെയിൽസിലാണ്. ശരി. വർമ്മ ഹോംസ് ശരിക്കും പറഞ്ഞാൽ എറണാകുളത്ത് ഇപ്പോൾ എവിടെ നോക്കിയാലും കാണുന്ന ഒരു സ്ഥാപനമാണല്ലോ അല്ലേ? നമുക്കിപ്പോൾ എല്ലായിടത്തും പ്രോജക്റ്റ് അതുകൊണ്ടാണ്. ഞാൻ ചോദിച്ച മറ്റൊരു കാര്യം വെച്ചാൽ ഇവിടുത്തെ ഈ ചെറിയ വഴികളിലൊക്കെ നമ്മൾ കയറി കഴിയുമ്പോൾ ചെറിയ ഏരിയയിലാണെങ്കിലും വർമ്മ ഹോംസ് ഉണ്ട്. അങ്ങനെ ആ ഒരു രീതിയിലാണല്ലേ പൊതുവെ? മെയിൻലി നമ്മുടെ ലൊക്കേഷൻ വരുന്നതെല്ലാം നല്ല പ്രൈം ലൊക്കേഷനാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും അറിയും. പിന്നെ അത്യാവശ്യം മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ബിൽഡിംഗ് അത്രയും ക്വാളിറ്റി ഉള്ള ബിൽഡിംഗ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റെഫറൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് അറിയും. ഇപ്പൊ തന്നെ എന്റെ സുഹൃത്ത് ബെന്നീസ് റോയൽ ടൂർസ് നമ്മൾ സ്ഥിരമായിട്ട് ഇതൊക്കെ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ബെന്നി ഇപ്പം എടപ്പള്ളി പള്ളിയുടെ തൊട്ടടുത്തുള്ള വർമ്മ ഹോംസിന്റെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. 2 എണ്ണം ഒരുമിച്ച് 2 അപ്പാർട്ട്മെന്റ്സ് ഒരുമിച്ച് വാങ്ങിച്ച് പുള്ളി ഒന്നാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വർമ്മ ഹോംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇഷ്ടംപോലെ നമ്മൾ എവിടെ നോക്കിയാലും എറണാകുളത്ത് കാണുന്ന ഒരു ബിൽഡറാണ്. അപ്പം ധാരാളം ഓട്ടം ഉണ്ടോ ഇതിന്റെ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്? ഞാൻ നോർമലി സെയിൽസ് ആണ്. അപ്പോൾ കസ്റ്റമേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് പോകും. പിന്നെ കുറച്ച് ഓപ്പൺ മാർക്കറ്റ് അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് മെയിൻലി. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഈ വണ്ടിയാണോ? അതെ. അപ്പോൾ ഈ സ്ഥിരമായിട്ട് ഇത് ടൗണിലൊക്കെ ഓടിക്കുമ്പോൾ ഇതിന്റെ ഹൈറ്റും അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല? എനിക്കിപ്പോൾ അത് യൂസായി. എനിക്കിപ്പോൾ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. നോർമലി പോകുമ്പോഴത്തേക്ക് ഞാൻ എവിടെ പോകാനും എനിക്ക് പറ്റും. ഇതുകൊണ്ട് ആണല്ലേ? അതെ. ഓഫ് റോഡ് പോകാറുണ്ടോ?
ഓഫ് റോഡ് ഞാൻ നാട്ടിൽ വയനാടാണ് സ്വദേശം. വയനാടാണ്. അപ്പൊ അവിടെ പോകുമ്പോഴത്തേക്ക് ഞാൻ പോകും ചില കുറച്ച് അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അവിടെ പിന്നെ എവിടെ വേണേലും അഡ്വഞ്ചറായിട്ട് ഓടിക്കാം. എങ്ങനെയാണ് നമ്മളിപ്പോൾ പ്രശ്നങ്ങളുണ്ടായ ചൂരൽമലയുടെ ആ ഭാഗത്തൊക്കെയാണോ അതോ? ഇല്ല, അവിടെ നിന്നൊരു 20 കിലോമീറ്റേഴ്സ് കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഊട്ടിക്ക് പോകുന്ന റോഡ് വടവഞ്ചാൽ എന്ന് പറയുമ്പോൾ. എല്ലാവരും സേഫ് ആണല്ലോ? സേഫാണ്. ഓക്കെ. ഇപ്പം മഴയൊക്കെ മാറിയോ വയനാട്ടിൽ? മഴ മാറി. അതെ, ഇപ്പൊ റെസ്ക്യൂ ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. എത്ര കാലം ഇപ്പൊ ഹിമാലയൻ എടുത്തിട്ട്? ഇതിപ്പോ 1.5 years കഴിഞ്ഞു. 2023 ഫസ്റ്റ് ജാനുവരി എടുത്താണ്. അപ്പൊ സ്ഥിരമായിട്ട് ഈ ടൗണിലാണ് ഓട്ടം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വാങ്ങിച്ചത്? മെയിൻലി എനിക്കൊരു ഹിമാലയനോട് ഇറങ്ങിയ സമയത്ത് തന്നെ ഭയങ്കരമായിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ 2000 ഇറങ്ങിയ ഫസ്റ്റ് മോഡൽ തൊട്ടിട്ട് എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഡിഗ്രി തുടങ്ങിയ കാലഘട്ടം ആ ഒരു ടൈമിലായിരുന്നു ഇറങ്ങിയത്. പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയത് ഈ ഒരു ടൈമിലാണ്. ജോലി ശമ്പളമൊക്കെ കിട്ടിയതിന് ശേഷമാണ് എനിക്ക് എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഒരു പാഷൻ എന്നുള്ള രീതിക്ക് എടുത്തതാണ്. അപ്പൊ ഞാൻ മൈലേജോ അല്ലെങ്കിൽ വിലയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ലായിരുന്നു എടുത്തത്. അപ്പൊ അത്ര ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ട് ആ ഒരു ആഗ്രഹങ്ങളെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ? പ്രതീക്ഷകളെ പറ്റുന്നുണ്ട്. എനിക്ക് വലിയൊരു നല്ല രീതിയിൽ എനിക്ക് ഇതിനെ കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് ഈ വണ്ടി കൊണ്ട്. മൈലേജ് എന്ത് ഇടുന്നുണ്ടോ ടൗണിലൊക്കെ? എനിക്ക് ഇവിടെ ഇപ്പോൾ സിറ്റിയിലെ ഓട്ടത്തിന് ഏകദേശം 20 to 25 ആണ് ആവറേജ് വരുന്നത്. മാക്സിമം 25. ലോങ് ഓടുകയാണെങ്കിൽ മാത്രം. വയനാടൊക്കെ ഓടിച്ചു പോകുമ്പോൾ 25 ആണ് മാക്സിമം? അതെ. ഞാൻ നേരത്തെ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്ത ടൈമിൽ ട്രിവാൻഡ്രം ടു വയനാടായിരുന്നു. ഒരു 3 months കൂടുമ്പോഴത്തേക്ക് നാട്ടിലേക്ക് നല്ല ദൂരമാണല്ലോ ഓടിച്ചത്? അതെ. ഏകദേശം ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒരു 500 കിലോമീറ്ററിന്റെ മുകളിലേക്ക് ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഫീഡ്ബാക്ക് തരാൻ പറ്റുന്ന ആളാണ്. ഈ ഹീറ്റ് ഇഷ്യൂസ് ഉണ്ടോ? ഹീറ്റ് ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് സിഗ്നൽസിലൊക്കെ നിർത്തുമ്പോഴേ ഫസ്റ്റ് സെക്കൻഡ് ഗിയറിലൊക്കെ നല്ല ഹീറ്റ് ഇഷ്യൂസ് ഉണ്ട്. അതിപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. അതുപോലെ പണ്ട് തൊട്ട് എൻഫീൽഡിന്റെ വണ്ടികളെ പറ്റി പറയുന്നത് വൈബ്രേഷൻ്റെ പ്രശ്നം, അത് തോന്നിയിട്ടുണ്ടോ? നൈസ്ലി നമുക്ക് എന്തായാലും അനുഭവപ്പെടും. അത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള രീതിക്ക് ഒന്നുമില്ല. കുറേയൊക്കെ കുറച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഘടകം? എനിക്ക് ഇതിന്റെ റൈഡിങ് പൊസിഷൻ ആൻഡ് റൈഡിങ് കംഫർട്ടാണ് മെയിൻ. ഇത് സീറ്റിംഗ് എല്ലാം നല്ല കുഷീൻസ് ഉള്ള സീറ്റിംഗ് ആണ്. അതാണ് മെയിൻ. എനിക്ക് റൈഡിങ് കംഫർട്ട് എവിടെ പോകാനാണെങ്കിലും ഓക്കെ ആണ്. അതാണ് മെയിനായിട്ട് എനിക്ക് ഇതിന്റെ ഒരു എന്താണ് ഡ്രോബാക്ക് ആയിട്ട് പറയാവുന്നത്? ഡ്രോബാക്ക് നമ്മൾ കുറച്ച് ഇത് നോർമലി ഡ്രോബാക്ക് എന്ന് പറയാനായിട്ടില്ല. ഗിയറൊക്കെ ഇടുമ്പോഴത്തേക്കും ഫാൾസ് ന്യൂട്രൊക്കെ ഇടയ്ക്ക് ചെറിയൊരു രീതിയിലേക്കൊക്കെ വരും. നമ്മൾ കുറച്ച് സ്പീഡിലൊക്കെ പോയിട്ട് ചിലപ്പോൾ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ. പിന്നെ മെയിനായിട്ട് അങ്ങനെ ഡ്രോബാക്സ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. വണ്ടി ഒരു കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല. വണ്ടി നോർമലി ഉള്ള സർവീസ് എന്നല്ലാണ്ട് ഒരു കംപ്ലൈൻറ്റ് എന്നുള്ള രീതിക്ക് കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല. ബ്രേക്കിംഗ് എഫിഷ്യൻ്റ് ആണോ? അതെ. നല്ല എഫിഷ്യൻ്റ് ആണ്. പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. ഡ്യുവൽ ചാനൽ ABS കാര്യങ്ങളെല്ലാം വരുന്നത്. എത്ര രൂപയാണ് ഇത് വാങ്ങിച്ചപ്പോൾ? ഇത് 2,95,000 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. EMI നോർമലി പോകുന്നത്. അതിന് വർത്താണ് ഈ വണ്ടി ആ വിലയ്ക്ക്? തീർച്ചയായും. അതെ. 411 cc അല്ലേ, നമുക്ക് അതിന് വർത്തുണ്ട്. ഏകദേശം നമുക്ക് എത്ര വർഷം വേണമെങ്കിൽ യൂസ് ചെയ്യാം. വണ്ടി ഒഴിവാക്കേണ്ട കേസ് വരത്തില്ല. അതെ. ഇപ്പോൾ ഇതിന്റെ ഏറ്റവും പുതിയ എന്താ പറയുക, ഇതിന്റെ ഒരു റോഡ്സ്റ്റർ മോഡലായിട്ട് ഗെറില്ല വന്നു. ഓടിച്ച് നോക്കിയായിരുന്നോ? ഇല്ല, ഞാൻ ഓടിച്ചില്ല. ഇതിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്, പക്ഷേ റോഡ്സ്റ്റർ ആണെന്നാണ് അവർ പറയുന്നത്, ഓഫ് റോഡർ അല്ല എന്നാണ്. അതൊന്ന് ഓടിച്ച് നോക്കുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അത് ഓടിച്ചത്. രസമുണ്ട്, ഓടിക്കാനൊക്കെ രസമുണ്ട്. ഞാൻ ഇതിന്റെ 450 ഓടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ നല്ല വണ്ടിയാണ്. കുറച്ചും കൂടെ ടോർക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറച്ച് നല്ല വലുതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ പവറും കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ ആ ഒരു ഫീൽ എനിക്ക് തോന്നിയിരുന്നു. സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരു 1,000 to 2,000 ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതെ. അത്ര തന്നെ വരുന്നുള്ളൂ. വേറെ കാര്യമായ മെയിൻ്റെനൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല? ഇല്ല, വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. നോർമലി എനിക്ക് ആ വണ്ടി ഇറക്കിയ ടൈമിൽ ചെറിയൊരു സ്ക്രാച്ച് ടാങ്കിലുണ്ടായിരുന്നു. ടാങ്ക് എനിക്ക് അപ്പം തന്നെ അവർ റീപ്ലേസ് ചെയ്തു. അതെ, സർവീസും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. കുറച്ച് ടൈം ഡിലേ ഉണ്ടാവും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ 1 ഡേക്കുള്ള തന്നെ അവർ ചെയ്തു തരും. അപ്പോൾ ഇത് ഈ ഒരു ബൈക്ക് ഓടിക്കുന്ന ആളെന്നുള്ള അല്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ബൈക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. അടുത്ത കാലത്ത് ഏറ്റവും ശ്രദ്ധിച്ച കണ്ണിൽപ്പെട്ട ഒരു ബൈക്ക്, അത് വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോലും കൊള്ളാമല്ലോ എന്ന് തോന്നിയ ഒരു ബൈക്ക് അതായിരിക്കും? ഈ റീസെൻ്റ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഇപ്പോഴൊക്കെ ഇങ്ങനെ അത് കൊള്ളാം എന്ന് തോന്നിയൊരു സാധനം ഏതായിരിക്കും? എനിക്ക് ഇതിന്റെ 450 അപ്ഡേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടാണല്ലേ. അതിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. എൻഫീൽഡ് വിടുന്നില്ല അല്ലേ? എൻഫീൽഡിന്റെ അല്ല, ഹിമാലയനോടുള്ള ഇതാണ്. നമുക്ക് ആ ഒരു ഓടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഫീൽ ഉണ്ടല്ലോ, അത് പിന്നെ വേറെ ലെവലാണ്. അപ്പൊ ഇതിന്റെ പേര് സൂചിപ്പിക്കുന്ന ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ടോ, ഹിമാലയം? നല്ല ആഗ്രഹമുണ്ട്. മേടിക്കുമ്പോ തൊട്ടുള്ള ആഗ്രഹം. പോണ ഒരു ദിവസം കുറച്ച് ഫണ്ടൊക്കെ സെറ്റ് ആക്കിയിട്ട് ഒറ്റ പോക്ക് പോകാൻ 1-2 പേരും കൂടെ ആക്കിയിട്ട്, അല്ലെങ്കിൽ സോളോ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്യും. ഇന്ത്യയിലുള്ള എല്ലാ ഹിമാലയനും കാണണമെങ്കിൽ കുളു മനാലിയോ അല്ലെങ്കിൽ മറ്റേ ഇവിടെയോ ലേ ലഡാക്കോ ചെന്നാൽ മതി. ലഡാക്കിൽ ചെന്നാൽ മതി. ഇന്ത്യയിലുള്ള എല്ലാ ഹിമാലയനും അവിടെ ഉണ്ട്. കംപ്ലീറ്റ് റൈഡേഴ്സ് അവിടെയാണ് വരുന്നത്. അന്നാണ് ഞാൻ ഇത്രയധികം ഹിമാലയൻ ഇന്ത്യയിൽ വിൽക്കുന്നുണ്ടെന്ന് പോലും ഞാൻ അടുത്ത കാലത്ത് ലേയിൽ പോയപ്പോഴാണ് മനസ്സിലാക്കിയത്. എല്ലാവരും സാറ്റിസ്ഫൈഡ്. ഞാൻ എല്ലാവരും സംസാരിക്കുകയായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇത്തരം കാര്യങ്ങളിൽ.
അപ്പോൾ എന്തായാലും ഇനിയിപ്പം വരുന്നതും 450 ആകാനുള്ള സാധ്യത ഉണ്ടെങ്കിലും കേരളയിലേക്ക് ഒന്ന് ഓടിച്ച് നോക്ക്. കേരള കുറച്ചുകൂടി എനിക്ക് ടൗണിന് പറ്റുന്നതാണ്. പക്ഷേ ഇതൊരു പക്ക ഓഫ് റോഡറാണ് മാനസികമായിട്ട്, അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ഇത് തന്നെ കൂടെ അതാണ് നാട്ടിൽ പിന്നെ ആ ഒരു യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ രാവിലെ ഇറങ്ങും, ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ട് ചുമ്മാ റൈഡിന് പോകും, പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരും. നിങ്ങളുടെ നാട്ടിൽ ഓടിക്കാൻ നല്ല രസമാണല്ലോ, നല്ല ചെറിയ തണുപ്പും ചെറിയ മിസ്റ്റും ഒക്കെ ആകുമ്പോൾ. ഈ പില്ലൻ റൈഡറുടെ ഒരു കംഫർട്ട് എങ്ങനെ? ആരെങ്കിലും പുറകെ ഇരുന്ന് കാര്യമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ കുറച്ച് വെയിറ്റ് ഉള്ള ഒരാളുണ്ടായിരുന്നു എൻ്റെ കൂടെ. ഞാൻ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു, ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പില്ലൻ റൈഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സീറ്റിന്റെ കുറച്ച് ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബൾക്കി ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് പ്രശ്നമുണ്ട്. നോർമലി ഉള്ള ആൾക്കാർക്ക് വലിയ പ്രശ്നമില്ല, പക്ഷെ ഓവർ നേരെ ഇരുന്ന ചെറിയൊരു പെയിനും കാര്യങ്ങളും ഉണ്ട്. അതെ, പക്ഷെ റൈഡിങ് ആൾക്ക് വലിയ കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമറാണ്. ഈ കുറ്റമൊന്നും ഞാൻ പറയിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പോലും പറയുന്നില്ല. അത്രയധികം ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു വണ്ടി ആയതുകൊണ്ടാണ് അത്രയും മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ കൂടുതൽ വർമ്മ ഹോംസിൻ്റെ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ വിൽക്കൂ, തീർച്ചയായിട്ടും കേരളം മുഴുവൻ നിറയ്ക്കൂ കേട്ടോ. താങ്ക് യു സാർ. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ റാപ്പിഡ് ഫെയർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്തായാലും റാപ്പിഡ് ഫെയർ കണ്ട് ആസ്വദിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൊണ്ട് ഓർപ്പിക്കുകയാണ്, അതായത് മാരുതി സുസുക്കി അരീനയിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സമ്മാനങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഓണക്കാലമാണ്, മാരുതി സുസുക്കി കൈ നിറയെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളുമായിട്ടാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ, സമ്മാനങ്ങൾ എന്നറിയാൻ മാരുതി സുസുക്കി അരീന ഷോറൂമിനെ സമീപിക്കുക. എന്നിട്ട് ഏറ്റവും പുതിയ സ്വിഫ്റ്റ് ആയാലും ബ്രസ ആയാലും അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങൾക്കും ഇഷ്ടം പോലെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക. അപ്പോൾ എല്ലാവർക്കും മാരുതി സുസുക്കിയുടെ എൻ്റെ മക ഓണാശംസകൾ നേരത്തെ നേരുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.